കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുക. ഈശോയെ, ലോകം മുഴുവനിലേക്കും അങ്ങയുടെ കരുണ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, അങ്ങയുടെ കൃപാ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക. ഈശോ, ഈ ആരാധനയുടെ ഈ അല്പസമയം അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ ആരാധിക്കാൻ ഒരുങ്ങാണ്. കരുണയുടെ കവാടം തുറന്ന് അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പോവാണല്ലോ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി സാധ്യമാക്കി തരണമേ. അങ്ങയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും അങ്ങയുടെ കരുണ ചൊരിഞ്ഞ് ഒരു അഭിഷേകമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന്മേലായിരുന്നു കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗാനത്തോടെ അൽത്താരയിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. കരുണയുള്ള നാഥനെ കരുണാമയാ, കരുണയുള്ള നയനമോടെ നോക്കേണമേ. കരുണയുള്ള നാഥനെ കരുണാമയാ, കരുണയുള്ള നയനമോടെ നോക്കേണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് അൽത്താരയിൽ ഈശോയെ കാണുക. ഈശോ നോക്കി ആ നോട്ടം തിരിച്ചൊന്ന് സ്വീകരിച്ച് ആ സ്നേഹം ഒന്ന് ആഴത്തിൽ അറിഞ്ഞ് ഈശോയെ നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാം. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരങ്ങൾ നെഞ്ചോടുന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിലെ ആ ഒരു വിശ്വാസത്തിൻ്റെ തെളിച്ചം എനിക്കൊന്ന് കൂട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ച്. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഒത്തിരി വേദനകളോടെയോ കൺഫ്യൂഷനിലൂടെയോ ഒക്കെ കടന്നു പോകുന്നുണ്ടാവും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വലിയൊരു മാതൃക നമ്മൾ കാണുന്നുണ്ടല്ലോ, അബ്രഹാമിൻ്റെ ഒരു വിശ്വാസം. ഹെബ്രായർ 11:1 തുടങ്ങുന്നത് എങ്ങനെയാണ്? വിശ്വാസം എന്നത് കാണപ്പെടാത്ത ഉണ്ടെന്ന് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അയാൾക്ക് നീതീകരണമായിട്ട് ഭവിച്ചു എന്ന് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് കത്തെഴുതുമ്പോൾ പറയുന്നുണ്ട്. ഈശോയുടെ ഈ സമയം പ്രാർത്ഥിക്കും, ഞങ്ങൾ ഈ വിശ്വാസ കൂട്ടായ്മയുടെ വലിയ വെളിച്ചമായ മാതൃകയായ പിതാവായ അബ്രഹാമിനെ പോലെ വലിയൊരു വിശ്വാസം ഞങ്ങൾക്ക് തരണേ. കൺമുമ്പിൽ ഒന്നും കണ്ടില്ലേലും വിശ്വാസത്തോടെ എല്ലാം കാണാൻ വിളിച്ചിറക്കിയ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് മുറുകെ വിശ്വസിക്കാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത് പട്ടാപ്പകല് കണ്ണു തുറന്നു പിടിച്ച് കാണാൻ കർത്താവ് പറഞ്ഞാലും
പറഞ്ഞത് കർത്താവായതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ, വിട്ടുകളയേണ്ടതെല്ലാം ദൈവനാമത്തിൽ വിട്ടുകളഞ്ഞ് വിശ്വസിക്കാൻ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മുഴുവൻ അനുഗ്രഹവും മേടിച്ചെടുക്കാൻ വിശ്വാസം ആവശ്യമാണ്. ഉൽപ്പത്തി 22 അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ദൈവം തരും. കർത്താവേ, ആ ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ കൂട്ടായ്മയെ പൂർണ്ണമായിട്ട് അങ്ങ് ഏറ്റെടുക്കണേ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഇവരുടെ വിവിധ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ, ജീവിതാവശ്യങ്ങൾ, ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെല്ലാം കർത്താവെ അങ്ങ് കാണണമേ. കർത്താവെ, സംശയം തോന്നിപ്പോയ മക്കളുണ്ട്, ദൈവം കൈവിട്ടോന്ന് തോന്നിപ്പോയ മക്കളുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഈ കർത്താവ് എന്നെ പരിഗണിക്കില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഈശോ, വലിയൊരു വെളിച്ചം, വിശ്വാസത്തിൻ്റെ വെളിച്ചം ഈ ആരാധനയുടെ സമയത്ത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങ് ഈ മക്കളിലേക്ക്, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഈ മക്കളിലേക്ക് മുഴുവനായിട്ട് കൊടുക്കണേ. ഇവരുടെ ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് മുഴുവൻ അങ്ങയുടെ കൃപാകടാക്ഷം ഇപ്പോൾ അങ്ങ് തുറന്നു പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ രണ്ടും നമുക്ക് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ, ആ വിശ്വാസം അബ്രഹാമിന് നീതിയായിട്ട് പരിഗണിച്ചതുപോലെ, കർത്താവേ, അത്ര വലിയൊരു വിശ്വാസം, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഉറക്കെ പറയാൻ, പ്രഖ്യാപിക്കാൻ തക്കതായ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശു ആരാധന, 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 ആരാധന. തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ വലിയ സാന്നിധ്യമാണ്, അഭിഷേകത്തിന്റെ മണിക്കൂറാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കരുണ ചൊരിഞ്ഞ് എൻ്റെ വിശ്വാസത്തിന്റെ വാതിലുകളെ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്കെല്ലാം വിശ്വാസത്തിന്റെ വലിയൊരു വെളിച്ചം വരട്ടെ, മാനസാന്തരത്തിന്റെ വലിയൊരു വെളിച്ചം വരട്ടെ. ഈശോയിൽ നിന്ന് അകന്നുപോയവർ എങ്ങനെ അകന്നുപോയോ ഇരട്ടി വിശ്വാസത്തോടെ, ഇരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. ഈശോയെ, പൂർവ്വപിതാക്കന്മാരെല്ലാം വിശ്വസിച്ചതുപോലെ, അബ്രഹാം വിശ്വസിച്ചതുപോലെ, അയാൾ വിശ്വസിച്ച് അയാൾക്ക് നീതിയായത് പരിഗണിക്കപ്പെട്ടതുപോലെ അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇസ്ഹാക്ക് കർത്താവിന്റെ വാഗ്ദാനം വിശ്വസിച്ചു. പൂർവ്വപിതാക്കന്മാരിൽ വാഗ്ദത്ത ഭൂമി വിട്ടുപോകാത്ത ഒരേ ഒരാൾ ഇസ്ഹാക്ക്. അയാളെ കർത്താവ് അനുഗ്രഹിച്ചു. 2 മക്കളുണ്ടാകുന്നു, ഏസാവും യാക്കോബും. കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തിയെങ്കിലും യാക്കോബ് അത് നേടിയെടുത്തെങ്കിലും യാക്കോബിലൂടെ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കപ്പെടുകയാണ്. യാക്കോബ് വിശ്വസിച്ചു. ആ വിശ്വാസിയിലൂടെ 12 ഗോത്രങ്ങൾ ഉരുത്തിരിഞ്ഞു. ഇസ്രായേൽ എന്നൊരു രാജ്യം, ഇസ്രായേൽ എന്നൊരു വംശം, യഹൂദ കൂട്ടായ്മ, ദൈവത്തെ കാത്തിരിക്കാനുള്ളൊരു ജനം അവരിൽ നിന്ന് രൂപം കൊണ്ടു. ഞങ്ങളും വിശ്വസിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചതുപോലെ, പ്രവാചകന്മാർ വിശ്വസിച്ചതുപോലെ, അപ്പസ്തോലന്മാർ, വിശുദ്ധ രക്തസാക്ഷികൾ വിശ്വസിച്ചതുപോലെ, കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ചേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആമേൻ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. വിശ്വാസത്തോടെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ.
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ വിശ്വാസവും ആരാധനയുടെ മനോഭാവവും നമ്മെ ഒരിക്കലും കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന 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 ഈശോ ആരാധന 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 കുടുംബങ്ങളിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്കൊക്കെ വലിയൊരു വിശ്വാസം വളരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശു ആരാധന 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 യേശു ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ശിരസ്സ് നമിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാണ്. ആറാമത്തെ ദിവസം കർത്താവ് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 1220 ഖണ്ഡികയിൽ ഈശോ ഇങ്ങനെ പറയാണ്: എളിമയും ശാന്തതയും ഉള്ളവരെയും കൊച്ചുകുട്ടികളെയും അവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക, അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യം ഉള്ളവരാണവർ. അവരാണ് എൻ്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത്. എൻ്റെ അൾത്താരയിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാകമാരായി ഞാൻ അവരെ കണ്ടു. പ്രസാദവരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു. എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കൾക്കായും അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദവരങ്ങളും സർവ്വസമ്പത്തും വർഷിക്കപ്പെടുന്നതിനായിട്ട് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞു മക്കളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുഞ്ഞു പ്രായത്തിൽ മരിച്ചുപോയവരും, ഉദരത്തിൽ വെച്ച് മരണപ്പെട്ടവരും, അബോർട്ടഡ് ആയിപ്പോയവർ, ആക്സിഡൻ്റ് ആയിട്ടോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ഈ ഭൂമിയിലേക്ക് വരാൻ അനുഗ്രഹം ലഭിക്കാതെ പോയവർ, ഭാഗ്യം ലഭിക്കാതെ പോയ കുഞ്ഞുങ്ങൾ, കുഞ്ഞു വയസ്സിലെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. എൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരായി ഞാൻ അവരെ കാണുന്നു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുക. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ ഒക്കെ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിലെ മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഞങ്ങളുടെ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാലാഖമാരാക്കി മാറ്റുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാം. ഈശോയെ, ആ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഓർക്കണമേ. ഞങ്ങളുടെ കരുണയിൽ കുഞ്ഞുങ്ങളെല്ലാം കഴുകിയെടുക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവനെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണ നിറഞ്ഞ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ്. ദൈവസിംഹാസനത്തിന് മുൻപിൽ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ. അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് നിത്യ ആശ്വാസമാണല്ലോ. സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുരഗാനം അവർ എപ്പോഴും പാടട്ടെ. നിത്യനായ പിതാവേ, കനിവിൻ്റെ ഉറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ. അങ്ങയുടെ പുത്രൻ്റെ ഏറ്റവും അടുത്ത
പ്രതിച്ഛായകളാണല്ലോ ഈ കുഞ്ഞുമക്കൾ. ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുള്ള പിതാവേ, സർവ നന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളോടും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴ്ത്തുവാൻ ഇടവരട്ടെ. ആമേൻ. നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയുടെ കരുണ്യത്തിൻ്റെ വലിയൊരു പ്രഘോഷണം നടത്താൻ വേണ്ടി നമ്മൾ ഈ സമയം ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേലും വലിയൊരു അഭിഷേകമായിട്ട് ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കുവാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിപ്പിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മാധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരസ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും
അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരുന്നുകൊണ്ട് തന്നെ കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അവിടുത്തെ വലിയ ആശീർവാദം, കരുണ നിറഞ്ഞ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ശക്തമായിട്ട് ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കൃപ, കരുണ നിറഞ്ഞ വലിയ അഭിഷേകം നമ്മുടെ വിശ്വാസക്കുറവിന്റെ മേലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിനെ അനുസരിക്കാൻ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ മുമ്പിൽ ഒന്നും കണ്ടില്ലെങ്കിലും കർത്താവിനെ വിശ്വസിക്കാൻ കണ്ണ് തുറന്നു കിട്ടാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. നിന്റെ മാറോടു ചേർന്നിരിക്കാം, ഒന്നു പൊട്ടിക്കരഞ്ഞിടുവാ. കരുണ കടലാകുമേശുവേ, നീ എന്നെ കഴുകി ഒരുക്കേണമേ. എന്നെ നിൻ സ്വന്തമാക്കേണമേ. നിന്റെ മാറോടു ചേർന്നിരിക്കാം, ഒന്നു പൊട്ടിക്കരഞ്ഞിടുവാ. കരുണ കടലാകുമേശുവേ, നീ എന്നെ കഴുകി ഒരുക്കേണമേ. എന്നെ നിൻ സ്വന്തമാക്കേണമേ.